നമസ്കാരം. കഴിഞ്ഞ വർഷത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് ശേഷം കെ ചന്ദ്രശേഖർ റാവുവിന്റെ നേതൃത്വത്തിലുള്ള ഭാരത് രാഷ്ട്ര സമിതി ഇപ്പോൾ നേരിടുന്നത് നേതാക്കന്മാരുടെ കൂറുമാറ്റമാണ്. തെലങ്കാനയിൽ ഭരണകക്ഷിയായ കോൺഗ്രസിലേക്ക് MLA-മാരും MLC-മാരും കൂറുമാറുന്നത് പാർട്ടിക്ക് കനത്ത തിരിച്ചടിയാവുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം BRS-ലെ 7 MLA-മാരും 6 MLC-മാരും കോൺഗ്രസിലേക്ക് കൂറുമാറിയിട്ടുണ്ട്. BRS രാജ്യസഭാംഗം K കേശവറാവു, മകളും ഹൈദരാബാദ് മേയറുമായ വിജയലക്ഷ്മി R ഗദ്വാൾ എന്നിവരുൾപ്പെടെയുള്ള നിരവധി നേതാക്കളും കോൺഗ്രസിലേക്ക് ചേർന്നു. എന്നാൽ കോൺഗ്രസിൽ ചേർന്നതിന് തൊട്ടു പിന്നാലെ കേശവറാവു രാജിവെച്ചു. നിയമസഭാ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ ഭരണകക്ഷിയായ കോൺഗ്രസും BJP-യും തങ്ങളുടെ നേട്ടം ഉറപ്പാക്കാൻ നോക്കുമ്പോൾ നേതാക്കളുടെ പലായനത്തെ തുടർന്ന് സ്വയം ഉയർത്തെഴുന്നേൽക്കുക എന്നത് BRS-നെ സംബന്ധിച്ച് ഒരു വലിയ കടമയാണ്. BRS മേധാവി ചന്ദ്രശേഖർ റാവു പാർട്ടി നേതാക്കളായും പ്രവർത്തകരുമായും കൂടിക്കാഴ്ചകൾ നടത്തിയിരുന്നു. മാർച്ചിൽ ഖൈരതാബാദിൽ നിന്നുള്ള പാർട്ടി MLA നാഗേന്ദർ കോൺഗ്രസിൽ ചേരുകയും ഗദ്വാളിൽ നിന്നുള്ള MLA ബദ്ല കൃഷ്ണ മോഹൻ റെഡ്ഡി ശനിയാഴ്ച ഭരണകക്ഷിയിൽ ചേരുകയും ചെയ്തതോടെയാണ് BRS-ൽ നിന്നുള്ള ഒളിച്ചോട്ടങ്ങളുടെ പരമ്പര ആരംഭിച്ചത്. വരും ദിവസങ്ങളിൽ കൂടുതൽ BRS MLA-മാർ ഭരണകക്ഷിയിലേക്ക് മാറാൻ സാധ്യതയുണ്ടെന്ന് കോൺഗ്രസ് വൃത്തങ്ങൾ പറഞ്ഞു. കഴിഞ്ഞ വർഷം നടന്ന തെരഞ്ഞെടുപ്പിൽ ആകെയുള്ള 119 നിയമസഭാ മണ്ഡലങ്ങളിൽ 39ലും BRS വിജയിച്ചപ്പോൾ 64 സീറ്റുകൾ നേടിയാണ് കോൺഗ്രസ് അധികാരത്തിലെത്തിയത്. സെക്കന്ദരാബാദിൽ കന്റോൺമെന്റിൽ നിന്നുള്ള BRS MLA G ലാസ്യ നന്ദിത ഈ വർഷം ആദ്യം വാഹനാപകടത്തിൽ മരിച്ചതിനെ തുടർന്ന് സെക്കന്ദരാബാദ് കന്റോൺമെന്റ് അസംബ്ലി സെഗ്മെന്റിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വിജയിച്ചു. ഇത് അവരുടെ അംഗബലം 65ആയി വർദ്ധിപ്പിച്ചു. കോൺഗ്രസിലേക്ക് കടന്നു വന്ന 7 BRS MLA-മാരും കൂടി ചേർന്നതോടെ ഗ്രാൻഡ് ഓൾഡ് പാർട്ടിയുടെ അംഗബലം 7ആയി ഉയർന്നു. 6 MLC-മാര് കൂറുമാറിയതോടെ 40 അംഗ നിയമസഭയിൽ കോൺഗ്രസിന്റെ അംഗബലം 10ആയി. MLA-മാരുടെ കൂറുമാറ്റത്തിൽ രാഹുൽ ഗാന്ധിയെ BRS വർക്കിംഗ് പ്രസിഡന്റ് KT രാമറാവു ഇങ്ങനെയാണോ ഭരണഘടന സംരക്ഷിക്കാൻ പോകുന്നതെന്ന് ചോദിച്ച് കടന്നാക്രമിച്ചു. BRS അധികാരത്തിലിരുന്നപ്പോൾ കൂറുമാറ്റത്തെ പ്രോത്സാഹിപ്പിച്ചവരാണ്. 2019-ൽ 12 കോൺഗ്രസ് MLA-മാരെയും ഇരു കൈയും നീട്ടി സ്വീകരിച്ചവരാണ് ഇവർ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BRS-ന് ദയനീയ പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു. തെലങ്കാനയിലെ ആകെയുള്ള 17 ലോക്സഭാ മണ്ഡലങ്ങളിൽ 8 വീതം നേടി കോൺഗ്രസും BJP-യും ബഹുമതി പങ്കിട്ടു. ഡൽഹി എക്സൈസ് നയവുമായി ബന്ധപ്പെട്ട് BRS MLC K കവിത ജയിലിലായതിന്റെ പശ്ചാത്തലത്തിലാണ് നിയമസഭാ അംഗങ്ങളും മറ്റ് നേതാക്കളും ഒഴിഞ്ഞുമാറിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് കവിത അറസ്റ്റിലായത് പ്രാദേശിക പാർട്ടിക്ക് തിരിച്ചടിയായി. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.